ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ തേർഡ് ഡേ ആണ്. അപ്പോൾ രാവിലെ നമ്മളെല്ലാവരും ഫ്രഷായി റെഡി ആയിട്ട് പോവാനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ചുരുളി ആ ഒരു ഭാഗമൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഇപ്പോൾ ഇത്രയും ദിവസം കഴിച്ച അതേ സെയിം ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും ബീഫും പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കറിയും കൂടിയിട്ട് അങ്ങനെയാണ് കഴിച്ചത്. പിന്നെ കുട്ടികൾ രണ്ടുപേരും ചെറിയ ആൾക്കാർ കഴിച്ചത് നൂൽപുട്ടാണ്, ഇടിയപ്പം, അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നേരെ അഞ്ചുരുളി പോകാൻ വേണ്ടി അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് അവിടെ എന്തോ റോഡിൻ്റെ പണി നടക്കണ കാരണം അങ്ങനെ പോകാൻ പറ്റില്ല. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടന്നിട്ട് വേണമെങ്കിൽ പോകാൻ, പക്ഷേ വണ്ടി പോകില്ല എന്ന്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പോയിട്ട് അവിടെ ഇനി എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ളൊരു ഇതിൽ അങ്ങനെ പോയപ്പോഴാണ് നമുക്ക് മുനമ്പ് എക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ബോർഡ് കണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ കയറി അന്വേഷിച്ചു എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകണം. അത്യാവശ്യം കുറച്ചൊരു അപകടം പിടിച്ച പോലത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ നമുക്ക് ടൂറിസ്റ്റിന് തനിച്ച് അവർ വിടില്ല. കൂടെ ഒരു ഓഫീസറുണ്ടാവും, നമുക്കൊരു സെക്യൂരിറ്റി ഗാർഡ് പോലെ ഒരു ഓഫീസറെ കൂടെ പറഞ്ഞിടും. അപ്പോൾ അവർ പറഞ്ഞത് ഒരു 700 മീറ്റർ നടക്കാനുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഏകദേശം 1 കിലോമീറ്ററും കുറച്ചുകൂടെ ഒക്കെ ഉണ്ടാവാൻ തോന്നുന്നുണ്ട്. 700 മീറ്റർ അല്ല, അതിലും കൂടുതലുണ്ട് നടക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ നടന്നു പോവുകയാണ്. തനിയെ ഇത് കൂടെ നടന്നു പശുവിനെയും ആടിനൊക്കെ മേയ്ക്കാനും ഇതിനൊക്കെ ആയിട്ട് ആൾക്കാർ പോകാറുണ്ട് എന്ന് അവർ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ടൂറിസ്റ്റുകളായിട്ട് ഉള്ളവരെ അങ്ങനെ തനിച്ച് അവർ പറഞ്ഞില്ല. കാരണം റോഡല്ല, ഇതുപോലെ ഇങ്ങനെ കാടിൻ്റെ നടുവിലുള്ള വഴിയാണല്ലോ. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര വീതി കുറവാണ്. നമുക്ക് ഒരാൾക്ക് കഷ്ടി അങ്ങനെ കടന്നു പോകാനുള്ള ആ ഒരു വഴിയാണ്. പക്ഷെ താഴത്തേക്ക് ഭയങ്കര താഴ്ചയായിട്ട് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ തന്നെ നല്ല താഴോട്ട് പോകും. പക്ഷെ നമുക്കിതുപോലൊരു ഓഫീസർ കൂടെ വരും. നമ്മൾ അവിടെ എത്ര നേരമാണ് സ്പെൻഡ് ചെയ്യുന്നത് അത്രയും ടൈം നമ്മുടെ കൂടെ ആളുണ്ടാവും. അവർക്ക് പിന്നെ ഡെയിലി അവിടെ അറിയാവുന്ന ഏരിയ ആണല്ലോ. ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചില ഏരിയയിൽ ഇങ്ങനെ ഇതുപോലെ കയറൊക്കെ കെട്ടിയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നിട്ട്. അപ്പോൾ അവിടെ നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ടൊക്കെയുള്ള വഴി ശരിയാക്കും എന്നാണ് ഓഫീസർ പറഞ്ഞത്. അപ്പോൾ നമ്മളത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ മഴയുടെ ടൈമും കൂടി ആയതുകൊണ്ട് സ്ലിപ്പാവാനുള്ള ചാൻസും കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ശരിക്കൊരു കാടിൻ്റെ ഉള്ളിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അത്രയും ദൂരം നടക്കുകയാണെന്നുള്ളൊരു ഇത് തോന്നില്ല. കാരണം ഇറക്കമായിട്ടാണ്. പക്ഷെ തിരിച്ച് വരുമ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം നടന്ന് ആ ഒരു വെള്ളം ഉള്ള ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ അഞ്ചുരുളി ടണൽ വഴി വെള്ളം ഇപ്പുറത്തോട്ട് ഒഴുക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഈ മലകൾക്കുള്ളിലൂടെ ചേർന്നിട്ട് ടണൽ വഴി വെള്ളം അവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു ഡാമിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
അതിങ്ങനെ കുറച്ച് ലോങ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്, നല്ല ഫ്ലോയിൽ ഇതായിട്ട് കാണാൻ പറ്റും. നല്ല സൗണ്ടിൽ നല്ല ഫ്ലോ ഉണ്ട് ഇതിന്. പിന്നെ ഓഫീസറും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളായിരുന്നു, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചുരുളി ഡാമിൻ്റെ അവിടെ നിന്ന് വരുന്ന ടണൽ വഴി വരുന്ന വെള്ളമാണത്. നമുക്ക് ലോങ്ങിൽ കാണുമ്പോൾ അത്രയും ഇതായിട്ട് കാണാൻ ഇതില്ല, എന്നാലും സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തോ കരടിപ്പാറ അങ്ങനെ എന്തോ കാണാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങോട്ടിപ്പോൾ എൻട്രി ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അവിടെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വരുന്ന വഴി തന്നെ ഒരുപാട് ഏരിയ അങ്ങോട്ട് അടച്ചിട്ട്, മീൻസ് കയറൊക്കെ കെട്ടിയിട്ട് അവർ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏരിയ ആണെന്നാണ് പറഞ്ഞത്. അത് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ടൊക്കെയുള്ള വഴി ഇതുപോലെ വെട്ടിത്തെളിച്ചിട്ട് ശരിയാക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ, നല്ല കാറ്റും ഒരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അവിടെ. നമ്മൾ അത്യാവശ്യം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്ര ടൈം നിന്നാലും അത്രയും ടൈം ആ ഓഫീസർ നമ്മളെ കൂടെ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചും ആളുടെ ആ ഒരു ഗൈഡൻസിൽ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന അവിടെ തിരിച്ച് നമ്മളെ കൂടെ ആൾ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര ടൈം ഇവിടെ ഇരിക്കുന്നുണ്ടോ അത്രയും ടൈം ഓഫീസറും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ചെറിയ എന്തോ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലോട്ട് ഇറങ്ങാം, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇറങ്ങിയാൽ താഴത്തോട്ട് ഇറങ്ങാൻ പറ്റും. നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇറങ്ങേണ്ട സ്ഥലമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടെ കാണാം, അവിടെ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് ആൾക്കാർ കേട്ടോ.
നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. പിന്നെ നമ്മളിവിടെ നിന്ന് അങ്ങനെ തിരിച്ച് മുകളിലേക്ക് തന്നെ കയറി വന്നു. അപ്പോൾ അവിടെ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെ വള്ളി പോലെ ചുറ്റിയിട്ടും ഇതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളവിടെ ഒരു ഭാഗത്ത് ഒന്ന് ജസ്റ്റ് കുട്ടികളുടെ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് പേടിയാവും ഇങ്ങനെ കാണുമ്പോൾ. അങ്ങനെ ഒരു കൊടും കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു വഴിയാണ് അത്. ഇതുപോലൊക്കെയാണ് കയറി വരുന്ന വഴി. നമ്മൾ പോയ വഴിയും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. സെയിം വഴി തന്നെയാണ്. ഇങ്ങനെ മരത്തിൻ്റെ വേരുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. ചുറ്റിലും മുഴുവൻ മരങ്ങളും കാടുകളും. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ ഇനി വാഗമൺ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി അയ്യപ്പൻ കോവിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ കയറി തൂക്കുപാലത്തിൻ്റെ അവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം അങ്ങനെ എന്തോ അറിയപ്പെടുന്ന തൂക്കുപാലമാണ്. പിന്നെ അവിടെ നമ്മളൊരു ബ്ലൂബെറി ഐസ്ക്രീം കഴിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് വാഗമണിലോട്ടുള്ള. അവിടെ നിന്ന് അത്യാവശ്യം ദൂരം പോകാനുണ്ട്. പക്ഷേ നമുക്കിന്ന് വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ ചൂസ് ചെയ്തതാണ്.
അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ചായയും ഉഴുന്നുവടയൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി. ഏകദേശം ഒരു 11 മണി 11:30 ആയിട്ടുണ്ടായിരുന്ന സമയം. അപ്പോൾ പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സ്ഥലം കണ്ടു. മാപ്പ് ഇട്ടിട്ട് അങ്ങനെ നോക്കിപ്പോയതാണ്. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോഴാണ് ഈ മരത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. പൂ എത്ര വർഷം കൂടുമ്പോഴാണ് ഇടുക അങ്ങനെ എന്തോ ഉണ്ട്, കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ഇത് പൂത്തപ്പോൾ ആസിഫ് അലി ഫിലിം ആക്ടർ ആസിഫ് അലിയൊക്കെ കാണാൻ വന്നിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ എവിടെ അങ്ങനെ കണ്ടു. അപ്പോൾ ജസ്റ്റ് അവിടെ കയറി കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോന്നു. പിന്നെ ഇത് പാൽപ്പാറ അങ്ങനെ എന്തോ പാലൊഴുകും പാറ അതാണിത്. വാട്ടർഫോൾസാണ്. അവിടെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വാട്ടർഫോൾസാണ് കേട്ടോ. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ഹോംലി മീൽസിൻ്റെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറി ഫുഡ് കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ കുരിശുമല, മൊട്ടക്കുന്ന് അങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ അവിടെ ഏതൊക്കെ ഏരിയ നല്ല മഴ ആയതുകൊണ്ട് നമ്മുടെ വണ്ടി കയറ്റി വിടില്ല. അവിടെ നിന്ന് ജീപ്പൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പോവാം. പക്ഷെ നമ്മൾ ജീപ്പൊന്നും എടുത്തില്ല. നമ്മുടെ വണ്ടി മാക്സിമം പോകുന്ന വരെ പോയിട്ട് കണ്ടിട്ട് പോന്നു. പിന്നെ അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് കുരിശുമല പോയി. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് കണ്ടിട്ട് അങ്ങനെ പോന്നു.
നമ്മൾ അവിടെയൊക്കെ കണ്ട് തിരിച്ചു വന്നു. വരുന്ന വഴി നല്ല 2 ചായയും പിന്നെ അതുപോലെ മുട്ട ബജ്ജ് പിന്നെ ഉഴുന്നുവടയൊക്കെ കഴിച്ചു. അന്നേരം നമ്മൾ റൂമിലെത്തിയിട്ട് നമ്മൾ മാങ്ങ ചെത്തിയിട്ട് കഴിച്ചു. പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടില്ല, എന്നാലും കുറച്ച് നേരത്തെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇനി നാളെ പുലർച്ചെ ഇടുക്കിയിൽ നമ്മുടെ ലാസ്റ്റ് ഡേ ആണെന്ന്. നാളെ നമ്മൾ മൂന്നാർ പോകും. ഇവിടെ നിന്ന് നാളെ മീൻസ് പുലർച്ചെ ഒരു 2 മണിക്ക് ഇറങ്ങാമെന്നുള്ള പ്ലാനാണ്. കാരണം നമ്മളവിടെ കൊടുക്കുമല വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 7:30-8 മണി ആ ടൈമിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ വന്നിട്ട് 3 ദിവസം ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. പെപ്പർ ആൻഡ് മിൻ്റ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ നമ്മൾ മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രേ ഉള്ളൂ. താങ്ക് യു.